من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരും പ്രത്യേകമായ ഒരു പുണ്യമോ പ്രത്യേകതയോ ഒന്നും കൽപ്പിക്കാത്ത ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. എന്നാലും ഈ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുന്ന് നിർദ്ദേശിക്കപ്പെട്ടു എന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തെക്കുറിച്ചും വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സംസാരങ്ങൾ ഈ ആഴ്ചയും വരുന്ന ചില ആഴ്ചകളിലും സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. മനുഷ്യരിൽ, മലക്കുകളിൽ, ജിന്നുകളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ആർക്കാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് എന്നതാണ്. ഒരു മനുഷ്യന് മുസ്ലിം ആകണമെങ്കിൽ സാക്ഷ്യവചനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം അദ്ദേഹം പറയുകയും അതനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാം എന്ന ഓർമ്മയും ചിന്തയും മനസ്സിൽ പുതുക്കുകയും ചെയ്യണം. അപ്പോൾ സാക്ഷ്യവചനത്തിന്റെ ആദ്യ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, നേർച്ച വഴിപാടുകൾക്ക് അർഹനില്ല എന്നതാണ് സാക്ഷ്യവചനത്തിന്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം കൂടി അംഗീകരിച്ചു കഴിഞ്ഞാലേ ഒരാൾക്ക് മുസ്ലിം ആകാൻ കഴിയുകയുള്ളൂ. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന സാക്ഷ്യവചനത്തിലൂടെയാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. നമ്മളൊക്കെ ആ സാക്ഷ്യവചനം അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരാൾക്ക് മുസ്ലിമായി നിലനിൽക്കണമെങ്കിൽ, ഒരാൾക്ക് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മാത്രമല്ല, അവസാനത്തെ പ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന വിശ്വാസം ആ മനുഷ്യനിൽ രൂഢമൂലമാകണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ റസൂലല്ലാഹി വഖാത്തമൻ നബിയീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനും
വഖാത്തമൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനുമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു പ്രത്യേകത അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിൽ നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മാർഗദർശനമായി ഇനി മറ്റു നിർദ്ദേശങ്ങളോ മറ്റു കാര്യങ്ങളോ ഉൾക്കൊണ്ട ഒരു വേദഗ്രന്ഥം ലോകത്തിനില്ല, മാനവരാശിക്കില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ന മാനവികതയുടെ സത്യത്തിന്റെ നേർവഴിയുടെ ഗ്രന്ഥം അള്ളാഹു നൽകി നിയോഗിച്ച അവസാനത്തെ പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത, അള്ളാഹുവിന്റെ പ്രവാചകന് മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനുള്ള പ്രത്യേകത ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. അള്ളാഹുവിന്റെ പ്രവാചകന് മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന തെറ്റുകൾ, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റുകൾ ചെയ്യുന്നവരല്ല. തെറ്റുകൾ എന്നതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ ചെറിയ ചില അബദ്ധങ്ങൾ, വളരെ ചെറിയ ചില പോരായ്മകൾ എന്നതാണ് ഈ തെറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തെറ്റുകളിൽ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമാക്കുന്നത് കഴിഞ്ഞുപോയ എല്ലാ അബദ്ധങ്ങളും ചെറിയ ചില കാര്യങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു. അതുപോലെ തന്നെ വമാ തഅഖറ, വരാനുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിന്റെ 2-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് പോലെ ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദീക സിറാത്തൻ മുസ്തഖീമ. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകന് പുറത്തു കൊടുത്തിട്ടുണ്ട്. വയുതിമ്മ നിഅമതഹു അലൈക, അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. വയഹ്ദീക സിറാത്തൻ മുസ്തഖീമ, ഏറ്റവും നേരായ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നയിക്കുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ഫത്ഹ് 2-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രത്യേകതയാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ പ്രത്യേകത തനിക്കുണ്ട് എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് ബോധ്യമായിരുന്നു. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ, എല്ലാ പാപങ്ങളും പുറത്തു കിട്ടിയ അള്ളാഹുവിന്റെ പ്രവാചകൻ, ആ പ്രവാചകൻ രാത്രി എഴുന്നേൽക്കും. രാത്രി നമസ്കാരം എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് നിർബന്ധമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകന് അത് നിർബന്ധമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് രാത്രി അങ്ങനെ നിന്നുകൊണ്ട് നമസ്കരിക്കും. ഹത്താ തതഫത്തറ ഖദമാഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽപാദത്തിൽ നീര് വരുന്നതുവരെ. പ്രവാചകൻ നമസ്കരിച്ച് നമസ്കരിച്ച് മണിക്കൂറുകളോളം നമസ്കരിച്ച്, അത് രാത്രിയുടെ 2 ഭാഗമായിരുന്നു, അത് രാത്രിയുടെ പകുതിയായിരുന്നു, അത് രാത്രിയുടെ 1/3 അപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാൽപാദത്തിൽ നീര് വരും. അത് കണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആയിഷ ബീവി അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കും, ലിമ തസ്നഉ, എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളുമെല്ലാം പുറത്തു തന്നതല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമെന്നാണ്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചിരുന്നു എന്നാണ്. ഞാൻ സൂചിപ്പിച്ചത്
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത. ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതിൽ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനൊക്കെ പറയുക എന്നത് ഒരു മോശല്ലേ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? ആ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ സൂചിപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞു തന്നു, അന സയ്യിദുന്നാസ്, ഞാനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവ്. യൗമൽ ഖിയാമ, നാളെ പരലോകത്ത്. വഹൽ തദറൂന ബിമദാക, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നാളെ പരലോകത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് അവരുടെ നേതാവ് എന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ആ നേതൃത്വം എന്നത് പ്രവാചകൻ അള്ളാഹു നൽകിയ ശഫാഅത്തുൽ ഉളുമയാണ്, വലിയ ശുപാർശയാണ്. ആ ശുപാർശക്കുള്ള അധികാരമാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. ഏതായിരിക്കും ആ സന്ദർഭം? വിശുദ്ധങ്ങളായ ഹദീസുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. വതദുനു ശംസ, സൂര്യൻ മനുഷ്യനടുത്തേക്ക് വരും. ഫയബ്ലുഗുൻ നാസ മിനൽ ഗമ്മി വൽ കറബി, മനുഷ്യൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാകും. മാലാ യുതീഖൂന വലാ യഹ്തമിലൂൻ, മനുഷ്യർക്ക് സഹിക്കാൻ കഴിയാത്തത്ര. മനുഷ്യർ വിചാരണക്ക് ശേഷമല്ല നിൽക്കുന്നത്, വിചാരണക്ക് വേണ്ടി മനുഷ്യർ നാളെ മഹ്ശറിൽ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലും നല്ല മനുഷ്യർക്ക് അല്ലാഹു അർശിന്റെ തണലിട്ട് കൊടുക്കും. വിചാരണക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സ്വഹീഹായ ഹദീസുകളിലൂടെ വരുന്നു, മനുഷ്യർ പ്രവാചകന്മാരുടെ അടുത്തുകൂടെ സഞ്ചരിക്കും. ആദം നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് പറയും, അള്ളാഹുവിനോട് ഞങ്ങളെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശുപാർശ ചെയ്തുകൂടെ, നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുവാൻ ആദം നബി അലൈഹിസ്സലാം അതിൽ നിന്നൊടിഞ്ഞു മാറും. അദ്ദേഹം പറയും, ചെറിയ ജീവിതത്തിൽ സംഭവിച്ച വളരെ ചെറിയ ഒരു പോരായ്മ. അദ്ദേഹം പറയും, ഞാൻ എനിക്ക് വിലക്കപ്പെട്ട ഖനി പഴം ഭക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് പോകും. അവര് പറയും, അവ്വലു റുസുലിൽ അർള്, താങ്കൾ ആദ്യമായി അള്ളാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട റുസുലാണല്ലോ, പ്രവാചകനാണല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമയും പറയും, ഞാൻ ധിക്കാരിയായ എന്റെ മകനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഒടിഞ്ഞു മാറും. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹം പറയും, ഞാൻ ധിക്കാരിയായ എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഒടിഞ്ഞു മാറും. മൂസ നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് പോകും. അദ്ദേഹം പറയും, എന്റെ ജീവിതത്തിൽ അബദ്ധത്തിൽ ഞാൻ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഒടിഞ്ഞു മാറും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമയുടെ അടുത്തേക്ക് പോകും. അദ്ദേഹവും ഒടിഞ്ഞു മാറും. അവസാനം മനുഷ്യർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയായി നമുക്ക് തോന്നരുത്. നാളെ വരാനുള്ള ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഫസ്തഅ്ദിനു അലാ റബ്ബി, എന്റെ റബ്ബിന്റെ അനുവാദം എനിക്ക് ലഭിക്കും. ശഫാഅത്തുൽ ഉളുമക്ക്, മനുഷ്യരെ വിചാരണക്ക് വേണ്ടി എടുക്കാൻ, ശുപാർശ നടത്താനുള്ള അനുവാദം എനിക്ക് അല്ലാഹു നൽകും. ഫഇദാ റഅയ്തുഹു വഖഫ്തു സാജിദാ, അങ്ങനെ അല്ലാഹുവിനെ ഞാൻ കാണുമ്പോൾ ഞാൻ സുജൂദിൽ കിടക്കും. ഫയദഉനി മാഷാ അല്ലാഹ്, ആ സുജൂദിൽ എത്ര കാലമാണോ അത്രയും കാലം അല്ലാഹു എന്നെ കിടത്തും. അങ്ങനെ ഒരുപാട് കാലം ആ സുജൂദിൽ മനുഷ്യരെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ഞാൻ സുജൂദിൽ കിടക്കും. അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഇർഫഅ റഅസക, നീ നിന്റെ തല ഉയർത്തുക. സൽ നീ ചോദിച്ചോ, ചോദിക്കുന്നത് ഞാൻ നൽകാം. വഖുൽ യുസ്മഅ, നീ പറഞ്ഞോ, അത് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാം. വസ്ഫഅ തുശഫഅ, നീ ശുപാർശ പറഞ്ഞോ, അത് ഞാൻ സ്വീകരിക്കാം എന്ന് അല്ലാഹു ആ ശഫാഅത്തുൽ ഉളുമക്ക്,
ആ വലിയ ശുപാർശക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുവാദം നൽകും. ഫർഫഉ റഅസി, അങ്ങനെ എന്റെ തല ഞാൻ ഉയർത്തും. ഫഹ്മദു റബ്ബി ബിതഹ്മീദിൻ യുഅല്ലിമുനി, അങ്ങനെ ഞാൻ അല്ലാഹു എന്നെ പഠിപ്പിച്ച ആ സ്തുത്യാർഹമായ പ്രാർത്ഥനകൾ ഞാൻ ഒരുപാട് നിർവഹിക്കും. സുമ്മ അശ്ഫഉ, പിന്നെ ഞാൻ മനുഷ്യർക്കു വേണ്ടി ശുപാർശ നടത്തും. ഫയഹുദ്ദുലി ഹദ്ദൻ, ആ ശുപാർശക്ക് അല്ലാഹു ഒരു പരിധി വെക്കും. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനാണ്. ശഫാഅത്തുൽ ഉലമക്കുള്ള അനുവാദം ആര് നൽകുന്നതാണ്? അല്ലാഹു നൽകുന്നതാണ്. ആരാണ് ഉത്തരം നൽകുന്നത്? അല്ലാഹുവാൻ. ആരാണ് അനുവാദം നൽകുന്നത്? അല്ലാഹുവാൻ. ശഫാഅത്ത് നടത്തുമ്പോൾ അതിന് പരിധി വെക്കുന്നതാരാണ്? അല്ലാഹുവാൻ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശഫാഅത്തിനുള്ള അധികാരം ആർക്കാണ് അല്ലാഹു നൽകുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അങ്ങനെ എനിക്ക് ആ ശഫാഅത്തിനൊരു പരിധി വെക്കും. സുമ്മ ഉഖ്രിജുഹും മിനൻ നാരി വഉദ്ഖിലുഹുമുൽ ജന്ന, പിന്നീട് അല്ലാഹുവിന്റെ അനുവാദത്തോടെ നരകത്തിൽ നിന്ന് ആളുകളെ ഞാൻ മോചിപ്പിക്കും, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ പറഞ്ഞയക്കും. സുമ്മ അഊദു ഫഅഖഉ സാജിദൻ മിസ്ലഹു ഫി സാലിസ അവി റാബിഅ, അങ്ങനെ 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ഞാൻ സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയും. ഹത്താ മാ ബഖിയ ഫിന്നാരി, അവസാനം നരകത്തിൽ അവശേഷിക്കും ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആനിൽ ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില തെറ്റുകൾ ചെയ്യുന്നവർ, ചില കുറ്റങ്ങൾ ചെയ്യുന്നവർ, ശാശ്വതമായി നരകത്തിലായിരിക്കുമെന്ന് പറയുന്നവർ. അവരുടെ കാര്യത്തിൽ എന്റെ അടുത്തല്ല തീരുമാനം. അവരല്ലാത്തവരെല്ലാം ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. ഇതാരുടെ പ്രത്യേകതയാണ്? ഈ ശഫാഅത്തുൽ ഉലമയുടെ പ്രത്യേകത ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. നാലാമതായി കൊണ്ട് സ്വർഗമെന്നത് മുഹമ്മദ് നബിയുടെ പ്രത്യേകത. സ്വർഗമെന്നത്, ആ സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. സ്വർഗമെന്നത് മനുഷ്യരുടെ ആഗ്രഹമാണ്, നമ്മുടെ ജീവിതത്തിലെ സ്വപ്നമാണ്. അതിനുവേണ്ടിയാണ് പല നിയന്ത്രണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തുന്നത്. അതിനുവേണ്ടിയാണ് പല കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നാം നിർവഹിക്കുന്നത്. ആ സ്വർഗത്തിന്റെ വാതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുട്ടും. ഫയഖൂലുൽ ഹാസിൻ, സ്വർഗത്തിന്റെ കാവൽക്കാർ പറയും, മൻ അൻത, നീ ആരാണ്? ഫഅഖൂലു, ഞാൻ പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂലു, ആ സമയത്ത് പറയും, ഫയഖൂലു ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, ആ സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് പറയും, താങ്കൾക്ക് മുൻപ് വേറെ ആരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നത് എനിക്ക് അല്ലാഹു നൽകിയ കൽപ്പനയാണ് എന്ന്. അപ്പോൾ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ സ്വർഗത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകുന്ന 2 സ്ഥാനങ്ങളാണ് അൽ വസീല വൽ ഫളീല. ഒന്ന് വസീല എന്ന സ്ഥാനം. വസീല എന്ന് പറഞ്ഞാൽ മൻസിലത്തുൽ ഉൽയ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് വസീല എന്ന് പറയുന്നത്. ഫളീല എന്ന് പറഞ്ഞാലോ അൽ മർത്തബത്തു സായിദ, അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ചില സ്ഥാനങ്ങളാണ്. അപ്പോൾ വസീല എന്ന് പറയുന്ന, ഫളീല എന്ന് പറയുന്ന 2 പ്രത്യേകമായ സ്ഥാനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനുള്ളതാണ്. ആ സ്ഥാനത്തിനു വേണ്ടിയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി ബാങ്കിന് ശേഷം നാം പ്രാർത്ഥിക്കുന്നത്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സുന്നത്തായി നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അതാർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? സ്വലാത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പ്രാർത്ഥനയല്ല. രണ്ടാമത്തേതോ അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ ഖാല, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മൻ ഖാല ഹീന യസ്മഉൻ നിദാ, ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബഅസഹു മഖാമൻ മഹ്മൂദൻ ലദീ വഅദ്ത. ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ, പരിപൂർണമായ ഈ വിളിയുടെ രക്ഷിതാവായ അല്ലാഹുവേ,
ഈ ബാങ്കിന്റെ രക്ഷിതാവായ അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, നിർവഹിക്കാനിരിക്കുന്ന നമസ്കാരത്തിന്റെയും രക്ഷിതാവായ അല്ലാഹുവേ, ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹുവേ വസീലയും ഫളീലയും നൽകണം റബ്ബേ. വബഅസഹു മഖാമൻ മഹ്മൂദ് അല്ലദീ ബഅത്ത, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ വാഗ്ദത്തം നൽകിയ ആ ഉന്നതമായ സ്ഥാനവും നൽകണം റബ്ബേ. 3 കാര്യങ്ങളാണ് ബാങ്കിന് ശേഷം നാം പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വസീല നൽകണം റബ്ബേ എന്നതാണ്. രണ്ടാമത്തേത് ഫളീല നൽകണം റബ്ബേ എന്നതാണ്. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകണം റബ്ബേ, സ്വർഗത്തിലെ ഉന്നതമായ ദറജകൾ നൽകണം റബ്ബേ എന്നതാണ്. മൂന്നാമത്തേതോ വബഅസഹു മഖാമൻ മഹ്മൂദ് അല്ലദീ വഅത്ത, നീ വാഗ്ദത്തം നൽകിയ ആ സ്തുത്യാർഹമായ സ്ഥാനം. ഏതാണ് ആ സ്തുത്യാർഹമായ സ്ഥാനം? വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അതക റബ്ബുക മഖാമൻ മഹ്മൂദ. പ്രവാചകരെ, താങ്കൾ രാത്രി എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക. അസാ അൻ യബ്അതക റബ്ബുക മഖാമൻ മഹ്മൂദ, അല്ലാഹു താങ്കൾക്ക് ആ സ്തുത്യാർഹമായ സ്ഥാനം നൽകിയേക്കാം. എന്താ അങ്ങനെ പറയുന്നത്? അല്ലാഹുവാണ് നൽകുന്നത്. ആ സ്തുത്യാർഹമായ സ്ഥാനമാണ് നാം സൂചിപ്പിച്ച ശഫാഅത്തുൽ ഉളുമ, ആ ശുപാർശ എന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ സ്വർഗത്തിൽ വസീല എന്ന് പറയുന്ന, ഫളീല എന്ന് പറയുന്ന പ്രത്യേകമായ 2 സ്ഥാനങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇതും അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയതാണ്. മറ്റൊന്ന് ഹൗദുൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹം ചെയ്തില്ലേ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം ഹൗദുൽ കൗസറാണ് എന്നതാണ്. ആ ഹൗദുൽ കൗസറിലെ വെള്ളം ദാഹിച്ചു വലഞ്ഞ മനുഷ്യർക്ക് നൽകാനുള്ള അധികാരം നാളെ പരലോകത്ത് അല്ലാഹുവാണ് നൽകുന്നത്. അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബിയദു മിനൽ ലബൻ, പാലിനേക്കാൾ വെളുത്തതാണ്. അതിന്റെ സുഗന്ധം എന്നത് അത്യബു മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. വകീസാനുഹു കനുജൂമിസ് സമാ, അതിലെ പാത്രങ്ങൾ ആകാശത്തിലെ സുന്ദരമായ നക്ഷത്രങ്ങളെ പോലെയാണ്. മൻശരിബ മിൻഹ, ആരാണോ ആ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, ഫലം യൽമ അബദ, ആ മനുഷ്യന് പിന്നീട് ദാഹിക്കുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മനുഷ്യർ എന്റെ അടുത്തേക്ക് വരും, ഞാൻ അവർക്ക് വെള്ളം നൽകും. ലയരിദന്ന അലയ്യ അഖ്വാമുൻ, ചില ആളുകൾ എന്റെ അടുത്തേക്ക് വരും. അഅരിഫുഹും, അവരെ എനിക്കറിയാം. വയഅരിഫൂനി, അവർ എന്നെയും മനസ്സിലാക്കും. സുമ്മ യുഹാലു ബൈനി വബൈനഹും, പെട്ടെന്ന് അവർക്കും എനിക്കുമിടയിൽ പിന്നെയതാ ഒരു മറ അല്ലാഹു ഇടും. ഫഅഖൂലു ഇലൈഹിം, ഞാൻ അവരെ കുറിച്ച് പറയും. ഫഅഖൂലു ഇലൈഹിം മിന്നി, അല്ലാഹുവേ, അവർ എന്റെ ആളുകളാണ്, അവർ എന്നിൽപ്പെട്ടവരാണ് എന്ന് പറയും. ഫയുഖാലു, അപ്പോൾ റബ്ബനോട് പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസൂ ബഅദക, നിനക്കറിയാഞ്ഞിട്ടാണ് പ്രവാചകരെ, നിനക്ക് ശേഷം ഈ മതത്തിൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞ്, ശരിയാണെന്ന് പറഞ്ഞ്, പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ് പലതും കടത്തിക്കൂട്ടിയ ആളുകളാണിവർ. ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, സുഹഖൻ, നിങ്ങൾ ദൂരെ പോകുക. ലിമൻ ഗയ്യറ ബഅദി, എന്നെ ഒഴിവാക്കി നിങ്ങൾ ദൂരെ പോകുക എന്ന് ഞാൻ പറയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകിയ ഒരുപാട് പ്രത്യേകതകൾ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാത്തവൻ, എന്ന് പറയാത്തവൻ നശിച്ചു പോകട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, എന്തിനാണ് നിങ്ങൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ 3 കാര്യങ്ങളിൽ ഒന്ന്, എന്റെ പേര് കേൾക്കുമ്പോൾ
സ്വലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അതിനാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ അർത്ഥം? സ്വല്ലല്ലാഹു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന് നന്മ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പറയണം എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവിന്റെ മാലാകമാർ, അവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, വിചാരിക്കുന്നവരാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന് പ്രാർത്ഥിക്കുക എന്നതാണ്. ആ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ നന്മ ചൊരിയണം റബ്ബേ. വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ മേലും. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ, ഇബ്രാഹിം നബിയുടെ മേൽ നീ അനുഗ്രഹം ചെയ്തതുപോലെ. വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെ മേൽ നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്, അല്ലാഹുവേ നീയാണല്ലോ സ്തുത്യാർഹൻ, നീയാണല്ലോ ഉന്നതൻ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ ബർക്കത്ത് ചൊരിയണമേ. മുഹമ്മദ് നബിയോട് ബർക്കത്തിന് ചോദിക്കല്ല, മുഹമ്മദ് നബിയുടെ മേൽ അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ നീ ബർക്കത്ത്, നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്, നീയാണല്ലോ സ്തുത്യാർഹൻ, നീയാണല്ലോ ഉന്നതൻ. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് പുണ്യകരമായ ഒന്നാണ്. പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത് നിർബന്ധമായിട്ടുള്ള ഒന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ സ്വല്ലാ അലയ്യ വാഹിദ, നിങ്ങൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹു നിങ്ങളുടെ മേൽ നിങ്ങളുടെ നന്മക്ക് വേണ്ടി 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകതകളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ, ഹബീബിന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകൾ എവിടെ നിന്നാണ് നാം മനസ്സിലാക്കിയത്? വിശുദ്ധ ഖുർആനിൽ നിന്ന്, വിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയ പ്രത്യേകതകളാണ്. ഈ പ്രത്യേകതകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രത്യേകതകളാണ് എന്ന് മനസ്സിലാക്കുകയും, എന്നാൽ സമൂഹത്തിൽ പ്രത്യേകതകളല്ലാത്ത പറയുന്ന ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാഹു അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഗ്രഹിക്കാനുള്ള കഴിവ്, അതിനുള്ള ത്വാഖത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ.